അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഓർഡർ വരുന്നു, യു ആർ സെലക്റ്റഡ് ടു ജോയിൻ SPG ഫോർ എ സെക്കൻഡ് ടൈം. എനിക്ക് ഒരു ഡേറ്റ് തന്നു, ഇന്ന ഡേറ്റിൽ പോയി ജോയിൻ ചെയ്യണം. അപ്പോൾ ഇനി ഒരു 10ഓളം ദിവസമുണ്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ പോകാനുള്ള എൻ്റെ തയ്യാറുകളെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം സഡൻലി ലാൽ ചോക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ബറ്റാലിയനുള്ള സ്ഥലത്ത് നിന്നും 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ലാൽ ചോക്ക് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഭയങ്കര ഫയറിങ് നടക്കുന്നു, വെടി നടക്കുന്നു. ഒരു ഈവനിങ് ടൈമാണ്. എൻ്റെ DIG അയാളുടെ ഓഫീസും അവിടുന്ന് അധിക ദൂരത്തിലല്ല. ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹവും ലാൽ ചോക്കിലേക്ക് മൂവ് ചെയ്തു. ഞാനും എൻ്റെ ക്വിക്ക് റിയാക്ഷൻ ടീമുമായിട്ട് ലാൽ ചോക്കിൽ മൂവ് ചെയ്യാണ്. ഞങ്ങൾ മൗലാന ആസാദ് റോഡ് എന്ന് പറയുന്ന റോഡുണ്ട് ലാൽ ചോക്കിനടുത്തായിട്ട്. ആ റോഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ BSFകാർ പറഞ്ഞു, സർ ഞങ്ങളുടെ ഓപ്പറേഷനാണ് നടക്കുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പോൾ ഉള്ളിലോട്ട് വരേണ്ട കാര്യമില്ല, പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കാം, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ ടീമും അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ കാണാം ഞങ്ങളുടെ DIG ഒരു കാറിൽ ലാൽ ചോക്ക് സൈഡിലേക്ക് വിട്ടുപോവാണ്. അദ്ദേഹം അവിടെ ചെന്ന് നേരെ കാർ നിർത്തി പുറത്തിറങ്ങി. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള 2-3 പേരും പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴേ ഒരു ബേസ്റ്റ് ഓഫ് ഫയർ മിലിറ്റൻസിൻ്റേത് വന്നു. ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരു റേഡിയോ ഓപ്പറേറ്റർ ഉണ്ട്, ഓൺ ദ സ്പോട്ട് അവിടെ മരിച്ചു വീണു. ഇദ്ദേഹം കാറിൽ കയറി തിരിച്ച് ആ ഡെഡ് ബോഡി അവിടെ തന്നെ കിടന്നു. അവിടുന്ന് വിട്ടു പോരേണ്ടി വന്നു. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി പിടി കിട്ടിയാനേ തീർച്ചയായും. ആ ഒരു സമയത്താണ് ജി ന്യൂസിൻ്റെ ഒരു റിപ്പോർട്ടർ ഈ ഇൻസിഡൻറ്റ് കവർ ചെയ്യുന്നതിനിടയ്ക്ക് വെടിയേറ്റ് അവിടെ മരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫർദർ അവിടെ ഫയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഒരു 200 മീറ്റർ ദൂരത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി. രാത്രിയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞാൻ നിൽക്കുന്ന തൊട്ടടുത്തുകൂടി ഒരു വെടിവെച്ചാണ് ഭയങ്കര സൗണ്ടിൽ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഉടനെ സേഫ് പൊസിഷൻസിൽ നോക്കി. സംശയം മുകളിൽ ഏതെങ്കിലും ബിൽഡിങ്ങിൽ നിന്ന് ഞങ്ങൾക്ക് വെടിവെച്ചതാണെന്നാണ് വിചാരിച്ചത്. എന്തായാലും ആദ്യമേ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് 1 by 1 ആയിട്ട് ഞങ്ങൾ ആ ഏരിയയിലുള്ളതെല്ലാം ബിൽഡിങ്ങുകൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി, എവിടെ നിന്നാണിത് വന്നതെന്നറിയാൻ വേണ്ടി. അങ്ങനെ സെർച്ച് ചെയ്ത് പോകുമ്പോൾ ഒരു കാറിനകത്ത് 2-3 പേരിരിക്കുന്നു. അവരോട് ഞങ്ങൾ വളഞ്ഞിട്ട് ചോദിച്ചു ആരാണെന്ന്. നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ പോലീസുകാരാണ്. ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്തപ്പോൾ പോലീസാണ്. അപ്പോൾ നോക്കുമ്പോഴാണ് ആ കാറിൻ്റെ റൂഫ് തുളഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ പാട്ട ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുകയാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് അവർ ആ കാറിനകത്തിരുന്നിട്ട് ആ വെപ്പൺ ഹാൻഡിൽ ചെയ്ത സമയത്ത് ആക്സിഡൻ്റലായിട്ടൊരു ഫയർ പോയതാണ്. അത് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്തിരുന്നൊരു കാർ, അതിൻ്റെ മുകളിലേക്കാണ് പോയത്. എനിവേ അത് ഇൻസിഡൻ്റ് ഒന്നും ഉണ്ടാകാതെ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഒന്നും പറ്റാതെ അതിനകത്തൊന്നും ഞങ്ങൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഫയറിൽ പോലും എന്തെങ്കിലും സംഭവിക്കാവുന്നതായിരുന്നു. ആ ഓപ്പറേഷൻ എന്തായാലും BSF തന്നെ അത് ഹാൻഡിൽ ചെയ്തു. ഞങ്ങളെ അതിനകത്ത് ഓപ്പറേഷന് കൂട്ടിയില്ല. മാത്രമല്ല എൻ്റെ പ്രൊട്ടക്ഷൻ കാരെല്ലാവരും എന്നെ തടഞ്ഞു. സർ, ഒരു തരത്തിലും സാറ് മുമ്പോട്ട് പോകാൻ പാടില്ല. സാറിന് നാളെ SPGയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകേണ്ടതാണ്. ഇന്ന് ഞങ്ങൾ സാറിനെയും ഈ ഓപ്പറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ബലമായിട്ട് തന്നെ പിടിച്ചു നിർത്തി. എനിവേ അതിന് അങ്ങോട്ട് പോകാൻ വേണ്ടി BSFൻ്റെ പെർമിഷൻ ഇല്ലായിരുന്നു. എന്തായാലും ലാസ്റ്റ് ഡേയിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഡേ ഞാൻ SPGയിലേക്ക് ഫ്ലൈറ്റ് കയറുന്നത്. SPGയിൽ വന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഔട്ട് ഓഫ് ഞങ്ങൾ ആ 25 പേരിൽ 4 പേരെയാണ് രണ്ടാമത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ 4 പേരും ഏജിൽ എന്നെക്കാട്ടിലും യങ്ങാണ്. ഞങ്ങളോട് ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യമേ തന്നെ പറയുന്നത് നിങ്ങളെ സെലക്ട് ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കൺസെഷനുമില്ല. നിങ്ങൾ ഈ പറയുന്ന 3 മാസത്തെ ട്രെയിനിങ് വീണ്ടും അറ്റൻഡ് ചെയ്യണം. 70 ദിവസം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 70 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്. അതിൽ ചെറിയ കൺസെഷൻസ് തരാം. എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഏജും നിങ്ങളുടെ ഫിസിക്കും മോശമായ സ്ഥിതിക്ക് ഒബ്സ്റ്റക്കിൾ കോഴ്സിലെ ഡിഫിക്കൽട്ട് കോഴ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ അവസാനമുള്ള ടെസ്റ്റിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റിലൊക്കെ ഫെയിലായി കഴിഞ്ഞാൽ വി വിൽ കണ്ടോൺ യുവർ കേസ്. ബാക്കി എല്ലാത്തിലും നിങ്ങൾ അല്ലെങ്കിൽ 70 days നിങ്ങളെ റിഗറസ് ട്രെയിനിങ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും ജോയിൻ ചെയ്യാൻ വന്നതല്ലേ, ഇനിയിപ്പം വയ്യ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നത് ശരിയല്ല. തുടങ്ങി ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ
ഞങ്ങളുടെ കൂടെ ട്രെയിൻ ചെയ്യുന്നത് സബ് ഇൻസ്പെക്ടേഴ്സും ഇൻസ്പെക്ടേഴ്സും അടങ്ങിയ ഒരു ടീമാണ്. അവരുടെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 25 to 35 ഏജ് ഗ്രൂപ്പിൽ പെടുന്ന യങ് എനർജറ്റിക് പിള്ളേരാണ്. അവരുടെ കൂട്ടത്തിലാണ് ഞങ്ങളുടെ ട്രെയിനിങ്ങിന് ഇട്ടിരിക്കുന്നത്. ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടായിരിക്കാം ആദ്യം സ്ലോയിൽ തുടങ്ങി. കാരണം നമ്മളിപ്പോൾ ജനറൽ ഡ്യൂട്ടിയിൽ ഇൻവോൾവായി അധികം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡെയിലി ഓട്ടം, കണ്ടിന്യൂസ് ആയിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസ് അങ്ങനെ ചെയ്ത് കുറച്ച് ഒരു 10 ദിവസം 15 ദിവസത്തിനുള്ളിൽ ബോഡിയെ ഫിറ്റാക്കി. അതിനുശേഷം ഞാൻ ഈ യങ്സ്റ്റേഴ്സിനോട് കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു. ഇടയ്ക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ ഞാൻ ഒരുവിധപ്പെട്ട എൻ്റെ കൂടെ ഉള്ള ബാക്കി 3 പേരും ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എപ്പോഴും തന്നെ ഫെയിലാകുമായിരുന്നു. ഞാൻ എല്ലാ ആക്ടിവിറ്റീസിലും എൻ്റെ യങ് കൗണ്ടർ പാർട്സിൻ്റെ എല്ലാവരുടെയും ഒപ്പം തന്നെ ഓടാനും ചാടാനും ഫയറിങ്ങിനും എല്ലാത്തിലും നമ്മൾ എന്താണെന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഡിഫിക്കൽട്ട് ട്രെയിനിങ് 70 ദിവസം കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ ഒബ്സ്റ്റക്കിൾ കോഴ്സിൽ ഏതെല്ലാം നിങ്ങൾക്ക് 3 ഒബ്സ്റ്റക്കിൾസ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, ഏതാണ് അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നൺ, ഐ വിൽ ഡു എവറിത്തിങ്. ഞാൻ മറ്റുള്ളവർ പല യങ്സ്റ്റേഴ്സും ചെയ്തതിലും സ്പീഡായിട്ടും പെർഫെക്റ്റായിട്ടും മുഴുവൻ ഒബ്സ്റ്റക്കിൾസും ചെയ്തു. ടോട്ടൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ എനിക്ക് 2ാം സ്ഥാനം കിട്ടി. ദാറ്റ് ഈസ് അറ്റ് ദ ഏജ് ഓഫ് 45, താങ്ക്സ് ടു മൈ സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട്. അതിനുശേഷം തുടക്കത്തിൽ എൻ്റെ ട്രെയിനിങ്ങിലെ പെർഫോമൻസ് കണ്ടിട്ടായിരിക്കാം ഇനീഷ്യലി എന്നെ ട്രെയിനിങ് ബ്രാഞ്ചിൻ്റെ AIG ആയിട്ടാണ് ഡിപ്ലോയ് ചെയ്തത്. പക്ഷേ ട്രെയിനിങ് ബ്രാഞ്ചിൽ ഓൾറെഡി 2 AIGമാരുണ്ടായിരുന്നു. ഒരാൾ അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നു, ഒരാൾ ഫീൽഡിൽ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു IPS ഓഫീസറായിരുന്നു. ആ IPS ഓഫീസർ വളരെ എക്സ്പേർട്ടാണ്, മിടുക്കനാണ്. പക്ഷേ അദ്ദേഹം പുതിയ സംഗതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ ആരെയും കയറാൻ അനുവദിക്കില്ല. അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്ന AIG എന്ന് പറയുന്നത് ഫയൽസും കാര്യങ്ങളും എല്ലാം നോക്കുന്ന അദ്ദേഹം. ഓവറോൾ എനിക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ പറയുന്ന IPS ഓഫീസർ അതിന് ബ്ലോക്ക് ചെയ്യും. അയാളുടെ ഒരു ഡൊമൈനാണ്. അദ്ദേഹം ആണ് ഞങ്ങളുടെ SPGയുടെ കുറേ കാര്യങ്ങൾ മാറ്റിക്കളഞ്ഞത്. വെദർ ഇറ്റ് വാസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, SPG ഒരു പ്രിവെൻറ്റീവ് ഫോഴ്സാണ്, നോട്ട് ഈവൻ ഡിഫെൻസീവ് ഫോഴ്സ്. നമ്മളുടെ ജോലി എന്ന് പറഞ്ഞാൽ VIPയെ ത്രെട്ടിൽ നിന്ന് എവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്, ഒരിക്കലും ഫൈറ്റ് ചെയ്യാനുള്ളതല്ല. അതാണ് തുടക്കത്തിൽ ഇത് തുടങ്ങി വെച്ച ആൾക്കാർ നമ്മളെ പഠിപ്പിച്ചതും. അതനുസരിച്ച് ഒരു ഗ്ലോക്ക് പിസ്റ്റലാണ് എല്ലാവർക്കും കൊടുത്തിരുന്നത്. ആ ഗ്ലോക്ക് പിസ്റ്റൽ ഒരു സ്ലീക്ക് ഹോൾസ്റ്ററോടുകൂടി നമ്മളുടെ അരയിൽ ബെൽറ്റിൽ അത് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് ഒരു സഫാരി സ്യൂട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വെപ്പൺ ഉണ്ടെന്നുള്ളത് അറിയാനേ പറ്റത്തില്ലാത്ത ഒരു സിറ്റുവേഷൻ. അത് SPGയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ SPG സെക്യൂരിറ്റി ഈസ് അൺഒബ്ട്രൂസീവ് സെക്യൂരിറ്റിയാണ്. ഒട്ടും ജാട കാണിക്കാത്ത അല്ലെങ്കിൽ ആർക്കും നോട്ടീസ് ചെയ്യാൻ പറ്റാത്ത ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിനാണ് അൺഒബ്ട്രൂസീവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ NSGയെ പറ്റി പറയുകയാണെങ്കിൽ. NSGക്കാർ, ഈ ബ്ലാക്ക് ക്യാറ്റ്സ് എന്ന് പറയുന്നവർ, അവർ ഫുൾ യൂണിഫോമിൽ AK-47 ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് ആണ് VIPയെയും കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടക്റ്റെയും കൊണ്ട് നടക്കുന്നത്. അത് ഒബ്ട്രൂസീവ് സെക്യൂരിറ്റിയാണ്, അതൊരു ആൾക്കാരെ പേടിപ്പിക്കുന്ന സെക്യൂരിറ്റി. വേറസ് SPGയുടെ ഡ്രസ്സ് തന്നെ ഒരു സിവിലിയൻ ഡ്രസ്സാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു പോലീസ് ലുക്ക് എന്ന് പറയുന്നത് അതിനകത്തില്ല. എല്ലാവരുടെ കയ്യിലും വെപ്പണുണ്ട്, പക്ഷേ അത് കൺസീൽഡാണ്. അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അത് ഉപയോഗിക്കേണ്ട ആവശ്യം വരേണ്ട കാര്യമില്ല. കാരണം അതുപോലെയുള്ള ഡിഫെൻസീവ് അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് കാര്യങ്ങളാണ് SPG ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് 10 റൗണ്ട്സ് എല്ലാവർക്കും കൊടുക്കുകയുള്ളായിരുന്നു. ഇത് പറഞ്ഞു വരുന്നപ്പോഴാണ് SPG വെപ്പൺ യൂസ് ചെയ്ത ഒരേ ഒരു ഇൻസിഡൻറ്റ്, ഞാൻ പോരുന്നത് വരെയുള്ള സമയത്ത് ഒരേ ഒരു തവണയാണ് വെപ്പൺ യൂസ് ചെയ്തിരുന്നത്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം.
ഈ പറയുന്ന അദ്ദേഹം പുതിയ വെപ്പൺ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ വെപ്പൺ സാധാരണ ഈ ഗ്ലോക്ക് പിസ്റ്റലിനെക്കാട്ടിലും ഒത്തിരി ബൾക്കി ആയിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ 10 റൗണ്ടിന് പകരം എല്ലാവരും 60 റൗണ്ട്, അതായത് എക്സ്ട്രാ മാഗസിൻസ് ക്യാരി ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഈ സംഗതികളെല്ലാം നമ്മുടെ സഫാരി സൂട്ടിൻ്റെ അകത്ത് ബെൽറ്റിൽ കെട്ടിവെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ബൾക്കി പേഴ്സണായിട്ടാണ് ആളുകളെ അത് ഫീൽ ചെയ്യുന്നത്. എത്ര ഫിറ്റായിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാലും ഒരു ബൾക്കി ഒരു പിസ്റ്റലും വേറെ ബൾക്കായിട്ടുള്ള 3 മാഗസിനും വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഷേപ്പ്ലെസ് ലുക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെദർ ഇറ്റ് വാസ് ഗുഡ് ഓർ നോട്ട് എന്നുള്ളതൊരു ഡിബേറ്റബിൾ സംഭവമാണ്. എനിവേ, അദ്ദേഹത്തിൻ്റെ ഓവർ ഇൻ്റലിജൻസ് കാരണം മാത്രമല്ല, അദ്ദേഹം പുതിയ നോംസ് കൊണ്ടുവന്നു. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഞങ്ങൾ ആദ്യത്തെ ടെന്യൂറിൽ 8 സെക്കൻഡ് കൊണ്ട് 10 റൗണ്ട് ഫയർ ചെയ്യണം, അല്ലെങ്കിൽ 5 സെക്കൻഡ് കൊണ്ട് 2 റൗണ്ട് ഫയർ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രാക്ടീസ്, ക്വിക്ക് ഫയർ ആൻഡ് പ്രിസിഷൻ ഫയറിങ്. ഇദ്ദേഹം അതിനെ ഇച്ചിരൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി 2 സെക്കൻഡ്സ് 2 റൗണ്ട്സ്, അതായത് ഒരു വിസിലടിച്ച് ഒരു വിസിൽ 2 സെക്കൻഡിനുള്ളിൽ അടുത്ത വിസിൽ, അതിനിടയ്ക്ക് നമ്മൾ വെപ്പൺ എടുത്ത് 2 റൗണ്ട് ടാർഗറ്റിൽ ഫയർ ചെയ്യണം. ഇങ്ങനെയൊരു കൂടുതൽ ഫാസ്റ്റായിട്ടുള്ള ഫയറിംഗ് പ്രാക്ടീസ് തുടങ്ങി. ഫയറിംഗ് പ്രാക്ടീസിനിടയ്ക്ക് ഈ ക്വിക്നെസ്സിന് ഇടയ്ക്ക് ചില ആൾക്കാർക്ക് ഹോൾസ്റ്റർ എടുത്ത് നേരെ ഫയർ ചെയ്യില്ല. ഹോൾസ്റ്ററിൽ നിന്ന് വെപ്പൺ എടുത്തിട്ട് അതിനെ കോക്ക് ചെയ്യണം. കോക്ക് ചെയ്തിട്ട് വേണം ഫയർ ചെയ്യാൻ വേണ്ടി. കോക്ക് ചെയ്ത് എയിം എടുത്ത് ഫയർ ചെയ്യുമ്പോഴത്തേക്കും ഈ 2 സെക്കൻഡ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ കാര്യമാണ്. എങ്കിലും അത് എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അങ്ങനെ സ്പീഡിൽ ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും ഈ പ്രാക്ടീസിൻ്റെ സമയത്ത് തന്നെ ആർക്കെങ്കിലും എയിം തെറ്റി ഫ്ലോറിൽ ബുള്ളറ്റ് വന്നു കഴിഞ്ഞാൽ അവനെ തിരിച്ച് പറഞ്ഞു കൊടുക്കുക, ബാക്ക് ടു യുവർ യൂണിറ്റ്, യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദിസ് തിങ്. അപ്പോഴത്തേക്കും ഒരു സമയം അങ്ങനെ വന്നു, ആൾക്കാർക്ക് ഫയറിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വരാൻ പേടിയായി. കാരണം എന്നിൽ നിന്ന് അങ്ങനെ ഒന്നെങ്കിൽ ഞാൻ സ്ലോ ആയി പോവും, ഞാൻ ഫാസ്റ്റായിട്ട് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു മിസ് ഫയർ വന്നു കഴിഞ്ഞാൽ എന്നെ തിരിച്ചു വിടും. അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സമയമാണ്. ഞാനും ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു AIG ട്രെയിനിങ് എന്നുള്ള ഇതിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഒരു ക്ലോസ് പ്രൊട്ടക്ഷൻ ടീമിൻ്റെ ട്രെയിനിങ് നടക്കുകയാണ്. അവർക്കൊരു പുതിയ ടാസ്ക് കൊടുത്തു. സപ്പോസ് നിങ്ങളുടെ പ്രൊട്ടക്റ്റി ഇഞ്ചുവേർഡായി, അദ്ദേഹം അല്ലെങ്കിൽ മാൻ ആണെങ്കിലും വുമൺ ആണെങ്കിലും അവർ ഇഞ്ചുവേർഡായി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നടക്കത്തില്ല. അപ്പോൾ അവരെ ഷോൾഡറിൽ എടുക്കുകയും വേണം, അറ്റ് ദ സെയിം ടൈം ഒപ്പോണൻറ്റിനെതിരെ ഫയർ ചെയ്യണം. അതിനുള്ളൊരു പ്രാക്ടീസ് നടക്കണം. അപ്പം ഓക്കെ, അവർ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. കൗണ്ടർ പാർട്ടിനെ തോളിലെടുത്തു, വെപ്പൺ എടുത്തു കഴിയുമ്പോൾ പിന്നെ അതിനെ കോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേ കൈ വേണം, രണ്ടാമത്തെ കൈ ഉണ്ടെങ്കിൽ വെപ്പൺ കോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് പകരം നിങ്ങളുടെ ബട്ടക്സിൽ ഇടിച്ചിട്ട് ഇങ്ങനെ അതിനെ ബലമായിട്ട് ബട്ടക്സിൽ ഇടിച്ച് കഴിയുമ്പോൾ അത് ഈ കൈയുടെ ആക്ഷൻ അതെടുക്കും. അങ്ങനെ അത് കോക്ക് ചെയ്യണം, എന്നിട്ട് ഫയർ ചെയ്യണം. അപ്പോൾ ഫയറിംഗ് റേഞ്ചിൽ ഇങ്ങനെയുള്ളൊരു പ്രാക്ടീസ് നടക്കുകയാണ്. ഒരാൾ വീണ് കിടക്കുന്നു, അയാളെ വന്നു എടുത്തു തോളിലേറ്റി വെപ്പൺ എടുക്കുന്നു, ഇങ്ങനെ ബട്ടക്സിലിടിച്ച് കോക്ക് ചെയ്യുന്നു, ആൻഡ് ഒരു കൈ കൊണ്ട് ഫയർ ചെയ്യുന്നു. ഇങ്ങനത്തെ പ്രാക്ടീസ് നടക്കുന്ന സമയത്ത്
ആ ടീമിലൊരു മലയാളി പയ്യനുണ്ടായിരുന്നു. അവൻ്റെ പേരെനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. പ്രദീപ് എന്നാണ് അവൻ്റെ പേര്. ഇയാൾ ഒരു പ്രാക്ടീസിൽ ഇങ്ങനെ ഒരാളെ തോളത്തിലിട്ടിട്ട് ഇങ്ങനെ ബട്ടക്സിൽ കോക്ക് ചെയ്യുന്ന സമയത്ത് അയാളുടെ ഫയറിംഗ് ഫിംഗർ ട്രിഗറിൻ്റെ അടുത്തായിരുന്നു ഇരുന്നിരുന്നത്. ആ ആക്ഷനിൽ വെടി ഉതിർന്നു. ആ ബുള്ളറ്റ് അയാളുടെ തന്നെ കാലിൽ കൊണ്ടു. കാൽപ്പത്തി തുളച്ച് ബുള്ളറ്റ് പോയി. പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് വന്നു. അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം ഈ പറയുന്ന AIG റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് ഹീ ഷുഡ് ബി സെൻഡ് ബാക്ക്. അതിനുള്ള പേപ്പേഴ്സും ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളെ തിരിച്ച് BSFൽ നിന്നുള്ള ഓഫീസറായിരുന്നു തോന്നുന്നു, അയാളെ തിരിച്ചു വിടുകയാണ്. അപ്പോൾ ഞാനൊരു നോട്ട് എഴുതിയിട്ട് ഡയറക്ടർക്ക് നേരിട്ട് അയച്ചു. ഞാൻ പറഞ്ഞു, സർ, വാട്ട് യു ആർ ഡൂയിങ് ഹിയർ ഈസ് ആക്ച്വലി നോട്ട് ഗുഡ്. ഇതിനകത്ത് ഈ പറയുന്ന ആൾക്ക് എന്താണ് തെറ്റുപറ്റിയത്? നിങ്ങളൊരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് പ്രാക്ടീസ് ചെയ്യിക്കുന്ന സമയത്ത് പറ്റിയ ഒരു തെറ്റിന് അയാളെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഇത് ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ ചെയ്യാൻ നിങ്ങൾക്ക് ആളെ കിട്ടില്ല. മാത്രമല്ല, അയാളുടെ കാലിൽ മേജർ ഇഞ്ചുറി വന്നു. അയാൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അയാളുടെ ഓപ്പറേഷൻ വരെ നടന്നു. അയാൾക്കൊരു പെർമനൻറ്റ് ഡിസബിലിറ്റി എന്ന് പറയുന്ന രീതിയിൽ ഒരു ചെറിയ മുടന്ത് പോലെ ഉണ്ട്. പെർഫെക്റ്റായിട്ട് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരാളെ കൈ ഒഴിഞ്ഞു വിടുക എന്ന് പറയുന്നത് SPG ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ്. നമുക്ക് SPGയിൽ ഓപ്പറേഷണൽ അല്ലാത്ത ജോലികളുണ്ടല്ലോ, അതിനകത്ത് അയാൾക്ക് കൊടുത്ത് അയാളെ ഇവിടെ നിർത്തിക്കൂടെ? അല്ലെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഈവൻ സ്യൂ യു. നിങ്ങൾ ഒരു അനാവശ്യ ഒരു ട്രെയിനിങ് കൊടുത്ത് സ്വന്തമായിട്ട് വെടിയും മേടിച്ചിട്ട് ഇയാളെ കൈ ഒഴിയുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാനൊരു നോട്ട് എഴുതി വിട്ടു. ആ നോട്ട് DIG's മീറ്റിങ്ങിൽ ഡയറക്ടർ ഡിസ്കസ് ചെയ്തു. അത് കുറച്ച് പേർ അതിനെ സപ്പോർട്ട് ചെയ്തു. അത് ജേക്കബ് എഴുതി വിട്ട നോട്ട് വളരെ കറക്റ്റാണ്. ഇങ്ങനെ റിപ്പാട്രിയേഷൻ്റെ ഇപ്പോഴത്തെ ഈ പ്രൊസീജിയർ ഭയങ്കര ടഫാണ്. ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് റിപ്പാട്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ ആ മീറ്റിങ്ങിൽ ഒരു തീരുമാനമായി. ഈ പ്രദീപിനെ തിരിച്ചു വിടണ്ട എന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തിനെ ഞങ്ങളുടെ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ ഓപ്പറേഷണൽ ഡ്യൂട്ടി ഇല്ല, ആ വെഹിക്കിൾസിൻ്റെ മാനേജ്മെൻറ്റ്, അതിനകത്ത് ഇൻചാർജായിട്ട് പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാനൊരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇഞ്ചുറിയുമായിട്ട് ഈ പ്രദീപ് ഇപ്പോൾ അന്ന് തന്നെ തിരിച്ച് BSFലേക്ക് പോയനെ. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തപ്പോൾ അവർക്കത് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നി. ഞാനും ഡയറക്ടറെ അറിയിച്ചു, സർ, ഈ പറയുന്ന രീതിയിൽ ഇവിടെ AIG ട്രെയിനിങ് ആയിട്ട് തുടരാൻ വേണ്ടി എനിക്കും അത്ര താല്പര്യമില്ല. ഐ മേ ബി പോസ്റ്റഡ് ടു സം അതർ പ്ലേസ്. അപ്പോൾ ഇത് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞിട്ട് 2.5 മാസമേ ആയുള്ളൂ. അത് എൻ്റെ റിക്വസ്റ്റ് അദ്ദേഹം മാനിച്ചു. എന്നെ സ്ട്രേറ്റ് അവേ 10 ജൻപത്തിലേക്ക് വീണ്ടും AIG ആയിട്ട് പോസ്റ്റ് ചെയ്തു. AIGമാരുടെ റോൾ എന്ന് പറയുന്നത് ബേസിക്കലി ഞാനിതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രൊട്ടക്റ്റീവുകളുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ടൂറുകളിൽ അഡ്വാൻസ് ലൈസനിങ് നടത്തുക, അറേഞ്ച്മെൻറ്റുകൾ നടത്തുക, സേഫായിട്ട് അവരുടെ ടൂർ കണ്ടക്ട് ചെയ്യുക, തിരിച്ചു വരിക. 10 ജൻപത്ത് ആ സമയത്ത് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ലൊക്കേഷനായിരുന്നു. രാഹുൽ ഗാന്ധി ആക്റ്റീവ് പൊളിറ്റിക്സിൽ വന്നിട്ട് മോർ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം, കുറേ അധികം ടൂറുകൾ അണ്ടർടേക്ക് ചെയ്യുന്ന സമയം, സോണിയാഗാന്ധിയും ഫ്രീക്വൻ്റായിട്ട് ടൂർ ചെയ്തിരുന്നു. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഫ്രീക്വൻറ്റ് മൂവ്മെൻ്റ് ആയിരുന്നു ഞങ്ങളുടെ വിത്തിൻ ആൻഡ് ഓൾസോ ഔട്ട്സൈഡ് ദ കൺട്രി. ഔട്ട്സൈഡ് ദ കൺട്രി ടൂർ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഏർലിയർ ടെന്യൂറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടൂറിനെ പറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ്. 1998 ശ്രീ വാജ്പേയി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ US ടൂർ, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ന്യൂയോർക്കിൽ പോയ ടൂർ. അതിൽ അഡ്വാൻസ് പാർട്ടിയിൽ ഞാനും എൻ്റെ ഒരു സീനിയർ IG-യും വേറെ ഒരു AIG-യും, ഞങ്ങൾ 3 പേരായിരുന്നു സീനിയേഴ്സ്. അതുകൂടാതെ 10-15 ജൂനിയർ ലെവൽ ഓഫീസേഴ്സും ഞങ്ങളെല്ലാവരും അഡ്വാൻസ് ആയിട്ട് പോയി. പ്രൈം മിനിസ്റ്ററുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് UN ജനറൽ അസംബ്ലി അഡ്രസ്സ് ചെയ്യുന്നത് ഒരേ ഒരു ദിവസമേ ഉള്ളൂ. ബാക്കി ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ്
അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കുറച്ച് പ്രോഗ്രാമായിട്ട് ഏകദേശം 7 ദിവസം US താമസിക്കാനുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അന്നുണ്ടായിരുന്നത് 98. ആ പ്രോഗ്രാം ഇത്രയും കൂടുതൽ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അതെല്ലാം അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യാനും ടൈപ്പ് ചെയ്യാനും ഞങ്ങളും ഏകദേശം 7 ദിവസം മുമ്പേ US അഡ്വാൻസ് ആയിട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഡ്വാൻസ് ടീം പോകുന്നതിന് മുമ്പേ ഞങ്ങളുടെ ഡയറക്ടർ അല്ലെങ്കിൽ സീനിയർ ലെവലിലുള്ള ഒരു ഓഫീസർ ഈ പറയുന്ന ഡെസ്റ്റിനേഷൻ എവിടെയാണ് VIP പോകുന്നത് ആ ഡെസ്റ്റിനേഷൻ വിസിറ്റ് ചെയ്ത് ഒരു അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻസ് റിപ്പോർട്ട് കൊണ്ടുവന്ന് അത് ഡൽഹിയിലിരുന്ന് നമ്മളെ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളെ ഈ പറയുന്ന 6-7 ദിവസം മുമ്പ് ഫോറിൻ ടൂറിന് വിടുന്നത്. SPGയിൽ ജോലി ചെയ്യുന്ന ഫോറിൻ ടൂറിന് എലിജിബിളായിട്ടുള്ള എല്ലാവർക്കും വൈറ്റ് പാസ്പോർട്ടാണുള്ളത്. നമ്മളുടെ പ്രൈവറ്റ് പാസ്പോർട്ട് അവർ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു ഒഫീഷ്യൽ പാസ്പോർട്ട്, അതിന് വൈറ്റ് പാസ്പോർട്ട് എന്നാണ് പറയുന്നത്, അതാണുള്ളത്. IG ആൻഡ് എബോവ് അവർക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്, റെഡ് പാസ്പോർട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന ടൈപ്പ് ചെയ്തിട്ട് വരുമ്പോഴേക്കും ഞങ്ങളുടെ ഈ അഡ്വാൻസ് ആയിട്ട് പോകുന്ന ടീമിൻ്റെ അക്കോമഡേഷൻ എവിടെയാണെന്നും ഞങ്ങളുടെ അലവൻസസ് ഇതെല്ലാം അവിടുത്തെ കൗൺസിലേറ്റുമായിട്ടോ അല്ലെങ്കിൽ എംബസിയുമായിട്ടോ ടൈപ്പ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഡയറക്ടർ തിരിച്ചു വരുന്നത്. ട്രാവൽ ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം എയർ ഇന്ത്യയിൽ തന്നെയായിരിക്കും. ഗവൺമെൻറ് ഒരു ഓർഡർ തന്നെയുണ്ട്. ഇപ്പോൾ പിന്നെ എയർ ഇന്ത്യ ഇല്ലാത്ത ഡെസ്റ്റിനേഷനിൽ പ്രൈവറ്റ് എയർലൈൻസും യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷനുണ്ട്. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ട്രാവൽ ഫ്രീ ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എംബസി അറേഞ്ച് ചെയ്തിരിക്കുന്ന ട്രാൻസ്പോർട്ടുണ്ട്. എല്ലാവർക്കും തന്നെ സീനിയർ ലെവൽ എല്ലാവർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാറുണ്ടാവും, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്സിന് വേണ്ടി. 5 സ്റ്റാർ ഹോട്ടലിലാണ് 100% താമസിക്കുന്നത്. നല്ല ഇൻഡിവിജ്വൽ റൂംസ് ഉണ്ടാവും. പിന്നെ അമേരിക്കൻ കോൺസുലേറ്റിൽ നിന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് ഇൻ US അല്ലെങ്കിൽ ഏത് കൺട്രിയിലാണെന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫ് നമ്മളുടെ സഹായത്തിനായിട്ടുണ്ടാവും. ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ 5-6 ദിവസം എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്തു. പ്രൈം മിനിസ്റ്റർ എത്തി. ഞങ്ങൾ 2 AIGമാരുണ്ടായിരുന്നത് പറഞ്ഞു. ഒരു AIG എൻ്റെ കൗണ്ടർ പാർട്ടിൻ്റെ ജോലി എന്ന് പറയുന്നത് PM താമസിക്കുന്ന ഹോട്ടലിലെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി, ആ ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൈലാറ്ററൽസ്, കുറേ അധികം ബൈലാറ്ററൽ മീറ്റിംഗ് അവിടെ നടന്നിരുന്നു, ഇൻക്ലൂഡിങ് ദ പാക് പ്രൈം മിനിസ്റ്റർ. അദ്ദേഹമായിട്ടുള്ള ബൈലാറ്ററൽസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത് ആ AIGയും. ഔട്ട്സൈഡിൽ എല്ലാ ഫങ്ഷൻസും കവർ ചെയ്യുന്നത് എൻ്റെ ജോലിയുമായിരുന്നു. അകത്തെ ഫങ്ഷൻസിനേക്കാൾ ഏറെ പുറത്ത് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു ദിവസം മിനിമം 2 ഫങ്ഷനെങ്കിലും പുറത്ത് കാണും. അത് മാക്സിമം ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഫങ്ഷൻസ് ആയിരുന്നിരിക്കും. അവരുടെ മീറ്റിങ്ങുകൾ, അവരുടെ ലഞ്ച്, അങ്ങനെയുള്ള പരിപാടി. അപ്പം ഞാനങ്ങനെ ഓടി അങ്ങ് ചെന്ന് കഴിയുമ്പോൾ 1-ാം നമ്പർ ലിഫ്റ്റ് താഴോട്ട് വന്നിരുന്നു. അതിനകത്തുനിന്ന് ആൾക്കാരിറങ്ങി. ഞാൻ ആ ലിഫ്റ്റ് ഓപ്പറേറ്ററോട് പറയുന്നു, പ്ലീസ് സ്റ്റോപ്പ് ദ ലിഫ്റ്റ്. അയാൾ ചോദിച്ചു വൈ? ഞാൻ പറഞ്ഞു പ്ലീസ് സ്റ്റോപ്പ് ദ ലിഫ്റ്റ്, ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഈസ് കമ്മിങ്. അപ്പോൾ അയാൾ പറഞ്ഞു